കാണണമായി നമ്മൾ നോക്കി അയ്യോ നോക്കട്ടെ നോക്കട്ടെ ചെരുപ്പുമ്പോ ചെളിയാക്കല്ലോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. എന്നാലും എനിക്ക് നല്ല രസമുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ കുറേ കാലമായി ഞാൻ പാടത്തൊക്കെ പോയിട്ട്. അപ്പോൾ ഇന്ന് മുത്തും ഇപ്പിയും പിന്നെ മക്കളൊക്കെ പാടത്തൊക്കെ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു ഞാനില്ലയെന്ന്. പിന്നെ ഇങ്ങനെ ആലോചിച്ച് നോക്കിയപ്പോൾ തോന്നി ഇനി എന്നാൽ പാടത്തൊക്കെ പോകാൻ കൂടും. അപ്പോൾ എന്താണെങ്കിലും പോവാമെന്ന് വിചാരിച്ചിട്ട് ഒരു പിന്നാലെ ഓടിയോണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഇത് വീടിൻ്റെ ബാക്ക് ഭാഗമാണ് കേട്ടോ. ഉയരത്താണ് വീടുള്ളത്. അപ്പോൾ താഴെ എത്തി. എനിക്കിഷ്ടായിട്ട് അയ്യോ ശ്രദ്ധിച്ച് നടക്ക്. താഴേക്ക് നോക്കുന്നാലും നമുക്ക് നടക്കാൻ കഴിയും. അല്ലെങ്കിൽ ഈ വരുമ്പോ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ അതൊന്നും സാരല്ല. നടക്ക് ആണ് അത് പ്രശ്നമില്ല. ശ്രദ്ധിക്കണേ ഇപ്പേ എങ്ങനെ അപ്പുറത്തേക്ക് കിടക്കും. പിന്നെ പണ്ടൊക്കെ എന്ത് രസമെന്ന് പറയോ. ഇതിലേറെ വീതിയില്ല പോലെ ഇരുന്നു കേട്ടോ. ഞങ്ങൾ എപ്പോഴും കുട്ടികളൊക്കെ കുളിക്കാനും കളിക്കാനും മീൻ പിടിക്കാനും ഒക്കെ വരലുണ്ടായിരുന്നു. പിന്നെ നല്ല വീതി ഉണ്ടായിരുന്നു. ഈ ഒരു സൈഡിൽ കൂടി ഇങ്ങനെ ഇറങ്ങി പോകാനൊക്കെ പറ്റുമായിരുന്നു. പിന്നെന്താ എപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിട്ട് വന്നു കഴിഞ്ഞാൽ 4 മണിക്ക് സ്കൂൾ വിടുമല്ലോ. പിന്നെ ഒരു 5:30-5 മണിയൊക്കെ ആകുമ്പോഴേക്കും തോട്ടിലേക്ക് വരും. ഇങ്ങനെ കുറേ അപ്പുറത്ത് കുളങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ കുളത്തേക്കൊക്കെ പോയി ചാടും. കുറേ കുട്ടികളുണ്ടായിരുന്നു. നല്ല രസമാണ്. ഞാനും എൻ്റെ അനിയനൊക്കെ എപ്പോഴും തോർത്തുകൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങി പോരിക്കാറ് മീനൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് മീനൊക്കെ ഇങ്ങനെ കോപ്പയിലും കുപ്പിയിലൊക്കെ ഇട്ട് കൊണ്ടുപോയി കിണറ്റിൽ കൊണ്ടുപോയി ഇടും. അങ്ങനെ എത്രങ്ങോനം മീനുകളൊക്കെയാണ് അറിയോ പിടിച്ച് കൊണ്ടുപോവുക. ഇപ്പം അതൊക്കെ ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോഴേ നല്ല രസമാണ്. ഈ കുട്ടികൾക്കൊന്നും അങ്ങനെയുള്ള ഓർമ്മകളും ഒന്നുമില്ലല്ലോ. പിന്നെ 1-2 വാഴക്കല മൂത്തിട്ടുണ്ട്. അപ്പം അത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഇപ്പം കുറേ അടക്കുണ്ട് ചാടി കിടക്കണ്. അപ്പം അത് വെറുക്കിക്കൊണ്ട് നിൽക്കണുണ്ട്. ചെരുപ്പുമ്പോ ചെളിയാക്കല്ലോ. കാണണമായി നമ്മൾ നോക്കി നീ എന്ത് തനി കെട്ടി വെച്ചാൻ പറ്റൂല. നമ്മളിപ്പല്ലടാ എട്ടിന്റെ പണി കിട്ടിക്ക. പിന്നെ എന്താണ് 8ന്റെ വടി കെട്ടിക്കാണ് 8ന്റെ പണി കെട്ടിക്കാണ്. 8ന്റെ പണി മാഷാഅല്ലാ. ഓനും വെയ്ക്കും. എല്ലാവർക്കും വെയ്ക്കും. അവിടെ കൂടെ ഉണ്ടാവാ. എവിടെ കൂടെ അവിടെ ഉണ്ട്. കുടിക്കേ എന്നാ കുടിച്ചോ. കുടിക്കണോ? ചപ്പലി വെള്ളാണ്. ഫുള്ള് സ്വന്തം. യെസ്.
മണം കിട്ടിച്ചു. എന്ത് മണാണ്? ഒരു കളിമണ്ണ് ചപ്പിളിന്റെ ഒരു മണം ഉണ്ടാ. ഞാൻ നടക്കുമ്പോൾ അതിൻ്റെ ഒരു വൈബ് കിട്ടും. അതൊരു സുഖമാണ് അല്ലേ? നല്ല രസമാണ്. എനിക്കെല്ലാം ഇഷ്ടമാണ് അത്. എനിക്ക് വടി കിട്ടി. ഇവിടെ അത് ഇങ്ങോട്ട് കൂടി കയറിക്കോളി. വടി. ഏക്കൂടെ എടുത്ത് വെച്ചാൽ ഇത് കൂടി ഇങ്ങനെ പോയാൽ മതി. ഇത് കൂടി ഇങ്ങനെ പോയാൽ മതി കേട്ടോ. അല്ല ഞാൻ കൂടി ഇങ്ങനെ വീടടാ ഒന്നുകൂടെ ഒന്നുണ്ട് ഇതാക്കി കൊടുത്തു. ആ ചെന്നി അതങ്ങോട്ടെ കിട്ടടാ. അപ്പോൾ ഇതാ അപ്പോൾ അതിൻ്റെ പിന്നാലെ വാഴക്കറിയും പിടിച്ചുകൊണ്ട് ഞാൻ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചെമ്പരത്തിയൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ആലോചിച്ചൊക്കെ പണ്ടൊക്കെ കുളിക്കാൻ വരുന്ന ടൈമിൽ കിട്ടുന്ന എന്താ പറയുക കാട്ടുന്നും തൊടുന്നും ഒക്കെ കിട്ടുന്ന കുറേ വള്ളിയും അതും ഇതൊക്കെ എടുത്തുകൊണ്ട് താളി വെക്കാണ്ട് തലയിൽ തേക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ വേറെ കുറേ ചെമ്പരത്തികളുണ്ടായിരുന്നു ആ സൈഡിൽ കൂടെ ഒക്കെ. അപ്പോൾ മദ്രസൊക്കെ വിട്ടിട്ട് കൂടുതലും റോട്ടിൽ കൂടെ വരുന്നതിനെക്കാട്ടിലും പാടത്തു കൂടെയാണ് വരിക. പിന്നെ ഈ ഒരു ചാലൊക്കെ ഉണ്ടല്ലോ, ഈ കൂടുതലായിട്ട് നിൽക്കുന്ന ഈ ഒരു ഭാഗമൊക്കെ 3-4 ഭാഗത്തു നിന്ന് വെള്ളം വരുന്നതിനെ കൊണ്ട് ഇവിടെയൊക്കെ കുറേ മീനുകളുണ്ടാവും കേട്ടോ. ചിലപ്പോൾ ഒറ്റക്കൊക്കെ വന്നിട്ട് മീൻ പിടിച്ചുകൊണ്ടൊക്കെ പോകും. അങ്ങനെയൊക്കെ ഞാൻ ചെയ്യലുണ്ടായിരുന്നു. അപ്പോൾ നല്ല 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 രസമുള്ള ഉറവകളാണ് എപ്പോഴും പാടത്തൊക്കെ വരുമ്പോൾ ഉണ്ടാവുക. അപ്പോൾ ഇതാ ഇപ്പോൾ കുഴങ്ങി അവിടെ ഇരിക്കുന്നുണ്ട്. ഇതാ അപ്പോൾ പപ്പായും കൂടി ഉണ്ട് പറഞ്ഞപ്പോൾ അതും കൂടി അറുക്കാന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നിൽക്കാൻ കേട്ടോ. അതിൻ്റെ ഇടയിൽ എല്ലാവർക്കും തോട്ടിലേക്ക് ഒന്ന് ഇറങ്ങണം. മുത്തുവാണെങ്കിൽ കാലിന് ചെരുക്കുന്നിടാത്തതിനെ കൊണ്ട് കാലിനൊക്കെ നിറയെ ചേറായിട്ടുണ്ട്. അപ്പോൾ ഉമ്മാനെ മാക്സ് ഇട്ട് കണ്ടാണ് ഇറങ്ങിയിട്ടില്ല. ചിലപ്പോൾ ഉമ്മ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്താണെങ്കിലും എൻ്റെ എപ്പോഴും എന്നോട് പറയുന്നുണ്ട് എൻ്റെ മാക്സ് ഇട്ടാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങരുത് എന്നൊക്കെ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഉമ്മാനെ മാക്സ് ഒക്കെ ഇട്ട് കണ്ടാണ് ഞാൻ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതാ പപ്പായൊക്കെ അറുത്ത് കഴിഞ്ഞ് വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പടുകൂട്ടാനൊക്കെ സെറ്റായിട്ടുണ്ട്. അങ്ങനെ സിറ്റോട്ടിൽ ഇരുന്നിട്ട് അത് കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അപാര ടേസ്റ്റായിട്ട് അതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് എനിക്കറിയില്ല. പറഞ്ഞ പോലെ അത്രയും പല പല സാധനങ്ങൾ ഇട്ടിട്ടുണ്ട്. ഇതെൻ്റെ മൂത്താപ്പയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ റേതുക്കുട്ടി മൂത്താപ്പാൻ്റെ കൂടെ കളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇൻഷാ അല്ലാ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.